എൻ്റെ മക്കൾ എപ്പോഴും ചെയ്യേണ്ടത്, ഉടമ്പടിയിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയത്തെക്കാൾ എൻ്റെ വിശ്വാസത്തെ ഞാൻ മുകളിലാക്കുന്നുണ്ടോ എന്ന് നോക്കണം. മുകളിലാക്കണത് എങ്ങനെയാണ്? മുകളിലാക്കുന്നത് വിശ്വാസത്തെക്കാൾ, ഇപ്പം ജോബ് വിഷയത്തെക്കാൾ അവൻ്റെ വിശ്വാസം മുകളിലാക്കി. അവനെന്താ ചെയ്തിരിക്കണത്? തലമുണ്ടനം ചെയ്തോടനെ. മനുഷ്യൻ്റെ തലമുടി അറിയാമല്ലോ, അവൻ്റെ ഭംഗിയും അവൻ്റെ വ്യക്തിത്വവും അവൻ്റെ ഔന്നത്യവും ഒക്കെ കുറേയൊക്കെ തലമുടികളിലാണ് ഇരിക്കുന്നത്. അവൻ ഷവരം ചെയ്ത് കളഞ്ഞ്. അപ്പോൾ എന്തിനാണങ്ങനെ ഷവരം ചെയ്ത് കളയണതെന്ന് അറിയണം. രണ്ടാമത് അവൻ ചെയ്യണത് എന്താണ്? മനുഷ്യൻ്റെ പിന്നെ ഔന്നത്യമുള്ളത് എവിടെയാണ്? അവൻ്റെ വസ്ത്രമാണ്. അവൻ്റെ വസ്ത്രം. നമ്മളിപ്പോഴേ മലയാളികൾ എന്താ പറയണത്? ചത്ത് കിടന്നാലും ചവഞ്ഞ് കിടക്കണം. നമ്മളങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. വീട്ടിലെ പട്ടിണി പുറത്തറിയിക്കത്തില്ല. നമ്മൾ പുറത്ത് നല്ല ഡീസൻ്റായിട്ട് തന്നെ ജീവിക്കും. കർത്താവിൻ്റെ ഇഷ്ടമാണത്, കർത്താവിൻ്റെ പോളിസിയാണത്. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് പോയി കുളിക്കുക, നല്ല സുഗന്ധം പൂശുക, മുടിയിൽ മുഖം കഴുകുക, എണ്ണ തേക്കുക, സ്മാർട്ടായിട്ട് നടക്കാൻ പറയും. കൈയടിച്ച് കർത്താവ് ശരി. അത് വളരെ ജീസസ് നല്ല സ്മാർട്ട് ജീസസാണ്. ആ കാഴ്ചപ്പാടൊക്കെ എന്ത് സ്മാർട്ടാണ് കാഴ്ചപ്പാട്. അല്ല അലവരാതിയായിട്ട് നടക്കരുതെന്നാണ്, സ്മാർട്ടായിട്ട് നടക്കണം. വേറെ നാട്ടുകാരെ അറിയിക്കേണ്ട, നിങ്ങളുടെ അവശത നാട്ടുകാരെ അറിയിക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ തന്നെ പക്ഷേ നമുക്കൊന്ന് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരണം. നമ്മുടെ ശക്തി കൊണ്ട് ഇപ്പോഴത്തെ ഈ പരീക്ഷണം അതിജീവിക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടാൽ ദൈവത്തിൻ്റെ ശക്തി വരാനുള്ളൊരു മാർഗം എന്താ? നമ്മൾ എളിമപ്പെടുകയാണ്. ഈ നിബന്ധനയുടെയൊക്കെ ഉദ്ദേശം അതാണ്. നിബന്ധനകളുടെ എല്ലാത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ എളിമപ്പെടുത്തുക. ഇപ്പം ജോബ് എന്താ ചെയ്തത്? വസ്ത്രം വലിച്ചു കീറി. അപ്പം വിലക്ഷണമായ വസ്ത്രം വലിച്ചു കീറിയാൽ അറിയാമല്ലോ, പിറ്റേ ദിവസം പോയി വേറെ ഇടാൻ പറ്റത്തില്ല. ആ കീറിയ വസ്ത്രം കൊണ്ട് ആ ഉപവാസകാലം മുഴുവൻ നടക്കണം. ആ കീറിയ വസ്ത്രം കൊണ്ട് അതാണ് മനുഷ്യൻ്റെ മുമ്പിൽ എളിമപ്പെടും, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടും. നമുക്ക് വസ്ത്രം കീറുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർക്കും, അല്ല, ഈശോ തന്നെ ഉടമ്പടി ചെയ്യാൻ നേരത്തെ എന്താ ചെയ്തത്? വസ്ത്രത്തിലാണ് ആദ്യം തൊട്ടത്. തൻ്റെ മേലങ്കി ഊരി മാറ്റി, ഇല്ലേ? എന്നിട്ട് വേറെ ഒരു ദാസൻ്റെ വസ്ത്രമെടുത്ത് ധരിച്ചു. മേലങ്കി മാറ്റിയിട്ട് അരക്കച്ച കെട്ടി ദാസൻ്റെ വേഷം ധരിച്ചു. അപ്പോൾ ഉടമ്പടി എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ എളിമയുടെ ഒരു കണ്ടൻ്റ് എൻ്റെ തൊണ്ട്. ഇപ്പം യോഹന്നാൻ 13:13 അവൻ മേലങ്കി അഴിച്ചു, ദാസൻ്റെ വേഷം ധരിച്ചു. ദൈവം ഇടപെടുന്നതിന് മുമ്പ് ദൈവികമായ ഇടപെടലാണ്. ഇനി അടുത്ത സംഭവം എന്താ? ദിസ് ഈസ് മൈ ബോഡി എന്ന് ഈശോ പറയും. ഇതെൻ്റെ ശരീരം ആകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൻ്റെ ശരീരത്തിൽ അവൻ്റെ ദൈവികമായ സാന്നിധ്യം വെച്ചുകൊണ്ട് ലോകത്തിന് അവൻ്റെ സാന്നിധ്യം പ്രദാനം ചെയ്യുന്ന മുമ്പ് അവൻ വസ്ത്രമഴിച്ച് മാറ്റിയിരുന്നു. ദൈവത്തിരുസന്നിധിയിൽ ഈശോ എന്തുമാത്രം നാളെ വസ്ത്രം മൊത്തം അഴിച്ചിട്ട് വസ്ത്രം അവർ കീറി പങ്കിട്ടെടുക്കും. യഥാർത്ഥ ഉടമ്പടിയുടെ സമയത്ത് അവൻ്റെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് 4 പേരെടുക്കും. അതെന്താ? ഉടമ്പടിയുടെ ഭാഗമാണ്. വസ്ത്രം അഴിക്കുക, വസ്ത്രം കീറുക, കീറി പങ്കിടുക എന്നൊക്കെ വെച്ചാൽ അവൻ ദാസനായി മരണത്തോളം തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. കൈ അടുത്ത് കിടന്നാൽ കാരുണ്യത്തിന് മൂന്നാമത് ജോബ് എന്നാ ചെയ്തത്? ജോബ് 1-ാം അധ്യായം 20, 21, 22 വചനങ്ങളാണ് അച്ഛൻ പറയണത്, അല്ലേ? തകർച്ചയുടെ സമയത്ത് മൂന്നാമതായി ജോബ് എന്നാ ചെയ്തത്? സാഷ്ടാംഗം വീണു. അത് മനുഷ്യൻ്റെ മുമ്പിലും ആകാം, ദൈവത്തിൻ്റെ മുമ്പിലാകാം. ഉദ്ദേശമല്ല, ഒന്ന് മാത്രമാണ്. സാഷ്ടാംഗം വീണാലും തലമുണ്ടനം ചെയ്താലും വസ്ത്രം കീറിയാലും ഉദ്ദേശം എന്താ? അതെല്ലാം ഒരു മാർഗമാണ്.
മനസ്സിലായില്ലേ? സാഷ്ടാംഗം വീഴുന്നത് ഒരു മാർഗം, പ്രാർത്ഥനയും ഒരു മാർഗമാണ്, ആരാധനയും ഒരു മാർഗമാണ്, തലമുണ്ടനം ചെയ്യണതും ഒരു മാർഗമാണ്, വസ്ത്രം കീറുന്നതും ഒരു മാർഗമാണ്. നമ്മുടെ ഔന്നത്യങ്ങളെല്ലാം നിലപാടുകളെല്ലാം നമ്മുടെ സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ അഴിച്ചു മാറ്റുകയാണ്. എന്താ? നമ്മൾക്ക് ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ ഇനി മുന്നോട്ട് പോകത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഈ നിബന്ധനകളുടെ ഉദ്ദേശം എന്താണ്? എളിമപ്പെടുത്തുക. അതാണ് ജോബ് വീണ്ടും എന്തുകൊണ്ട് ജോബ് തലമുണ്ടനം ചെയ്തു, എന്തുകൊണ്ട് ജോബ് വസ്ത്രം കീറി, എന്തുകൊണ്ട് ജോബ് സാഷ്ടാംഗം വീണുവെന്ന് പറയുന്നുണ്ട്. എവിടെ പറയണത്? അത് 22-ാം അധ്യായം 23-ാമത്തെ വാക്യം. ജോബ് 22:23. സർവശക്തൻ്റെ സന്നിധാനത്തിലേക്ക് തിരിച്ചു വരികയും, ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമാണ് നിബന്ധനകളെല്ലാം. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണല്ലോ നമുക്ക് തകർച്ചയും രോഗവും വിഷമവും ദുരന്തവും ഒക്കെ ഉണ്ടാവണത്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴല്ലേ തിരിച്ചു വരണ്ടേ? അപ്പോൾ തിരിച്ചു വരാൻ വേണ്ടിയാണ് ജോബ് തലമുണ്ടനം ചെയ്തത്. തലമുണ്ടനം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? സർവശക്തൻ്റെ സന്നിധാനത്തിലേക്ക്. ഏറ്റു പറഞ്ഞേ, സർവശക്തന്റെ സന്നിധിയിലേക്ക്. ജോബ് 22:23. സർവശക്തന്റെ സന്നിധാനത്തിലേക്ക്, സർവശക്തന്റെ സന്നിധാനത്തിലേക്ക് തിരിച്ചു വരികയും. അപ്പം നിങ്ങളുടെ നിബന്ധന പ്രകാരമുള്ള ഉപവാസങ്ങളില്ലേ, എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിൻ്റെ തിരുസന്നിധാനത്തേക്ക് തിരിച്ചു വരിക, കർത്താവിനോട് അടുത്ത് വരിക, തിരിച്ചു വരികയും നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ. അതല്ല ഞാൻ പറഞ്ഞത്, പത്രം അവരവർ വാങ്ങിക്കണം, അവരവർ തന്നെ വിതരണം ചെയ്യണം. നിങ്ങൾ വാദ്യാരാണെങ്കിലും കളക്ടറാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഉടമ്പടി ചെയ്ത് നിങ്ങൾ തന്നെ പത്രം വാങ്ങിച്ച് നിങ്ങൾ തന്നെ വിതരണം ചെയ്യണം. എന്താ ഉദ്ദേശം? എന്താ? നിങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ വരുന്ന പള്ളികളിൽ നിങ്ങൾ നിന്ന് പത്രം കൊടുക്കും. അപ്പം നിങ്ങളെന്ത് ചെയ്യും? എളിമപ്പെട്ടിരിക്കും. അതാണ്. എന്തിനാണ്? നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ പള്ളി പത്രം തീർന്നു കഴിയുമ്പോൾ, എല്ലാവരും കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നാട്ടിലോട്ട് ഇറങ്ങും, കിട്ടാത്ത വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും. എന്താ കാര്യം? ഈശോ ഈ ടീച്ചറിന് വന്നൊരു ഗതികേടെ പണ്ടത്തെ പാപമായിരിക്കും. നാട്ടുകാരെന്തെങ്കിലും തോന്നിയ ദിവസം പറയും, പറഞ്ഞില്ലാണ് കുഴപ്പം. നാട്ടുകാരെന്തെങ്കിലും നാട്ടുകാർ തോന്നിയ ദിവസം പറയുമ്പോൾ നമ്മൾ സ്തുതിക്കണം. എന്താ കാര്യം? അവർ പറയുമ്പോഴെന്താ പ്രശ്നം? അവരെ ആശീർവദിക്കാനും അവരോട് ക്ഷമിക്കാനും നമുക്ക് വീണ്ടും അനുഗ്രഹത്തിൻ്റെ ഒരവസരം കിട്ടുകയാണ്. മനസ്സിലായോ? അത് ജ്ഞാനവരം ഉണ്ടെങ്കിൽ ആണ് അതൊക്കെ ആഘോഷിക്കുന്നത്. മറ്റുള്ളവരുണ്ട് നമുക്ക് തരുന്ന അപമാനങ്ങളെല്ലാം ദൈവപൈതലിന് ആന്തരികമായ ആഘോഷമായിരിക്കും. മനസ്സിലായില്ലേ? ദൈവപൈതലായിരിക്കണമെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. അപ്പോൾ നിൻ്റെ കൂടാരത്തിൽ നിന്ന് അനീതിയെ നീ അകറ്റുമെങ്കിൽ, അപ്പോൾ എന്താ? തലമുണ്ടനം ചെയ്താലും അതേസമയം തന്നെ വിലങ്കി വലിച്ചു കീറിയാലും പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? നിൻ്റെ കൂടാരത്തിൽ നിന്ന് അനീതി അകറ്റണം. ചുമ്മാ അനീതിയല്ല, പലതരത്തിൽ അനീതി കാണിക്കത്തില്ലേ? അതിൻ്റെ മക്കളെ, ഈ ഉടമ്പടി കാലം നിങ്ങൾ ആരോടെ ഉടമ്പടി ചെയ്തിരിക്കണത്? കർത്താവിനോട് നേരിട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ അമ്മയാ വഴിയാ ചെയ്തിരിക്കണേ. അതാണ് മരിയൻ ഉടമ്പടി. അപ്പോഴെന്നെ അനീതി അകറ്റണമെന്ന്. അതുകൊണ്ട് സഖ്യപുസ്തകം എന്താ പറയണത്? ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു അനീതിയല്ലേ? 4 ഇരട്ടിയായി തിരികെ കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യമേ തന്നെ ഈ കൃപാസനം അൾത്താരയിൽ വീണ്ടും എന്നെ ഒരു സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മ മാതാവിനും ദൈവപിതാവിനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ഉഷസ് ജോസ്. ഞാൻ വയനാട്ടിൽ ഫാത്തിമ മാതാ ചർച്ച് തെനേരിയിൽ നിന്നും വരുന്നു. ഞാൻ 15/5/2022 ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഈ പരിപാവനമായ അൾത്താരയിൽ ഇത് എൻ്റെ 4ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ കുടുംബത്തിന് ലഭിച്ച രോഗസൗഖ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുവാനായിട്ടാണ്. എൻ്റെ 1ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇത് എൻ്റെ മകൾ അൽന മരിയ. ഇവൾക്കൊരു 4 വയസ്സ് മുതൽ വയറുവേദന സ്ഥിരമായി ഉണ്ടാകാറുണ്ടായിരുന്നു. ഇവളെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രാത്രിയാകുമ്പോഴത്തും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് അവർ മരുന്ന് കൊടുക്കും, മരുന്ന് കൊടുത്ത് പെയിൻ കില്ലർ അടക്കം കൊടുക്കും. പക്ഷേ അവളുടെ വയറുവേദന കുറയാറില്ല.
രാവിലെ നേരം വെളുക്കുമ്പോഴത്തും കുറേ ഛർദ്ദിക്കും, അതിനുശേഷം കുറയും. വീണ്ടും ഇത് പതിവായി തുടങ്ങി. ഞങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതെന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കൊച്ചിനെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ മറ്റോ ആണെന്ന് വിചാരിച്ച് ഭക്ഷണ സാധനങ്ങളെല്ലാം കൊടുക്കലിൽ ഒരു ചിട്ട വരുത്തിയിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ഡോക്ടർമാരെ കാണിച്ചു. പ്രത്യേക ഒരു കാരണം അവൾക്ക് ആ വയറുവേദനയ്ക്ക് കണ്ടെത്താനായില്ല. സ്കാനിങ് ചെയ്തു, അവൾക്ക് സ്കാനിങ്ങിൽ ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഇത് പതിവായി തുടർന്നു. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇത് ഒരു ഉടമ്പടി നിയോഗമായി വെച്ചത്. ഉടമ്പടി എടുത്ത നാൾ മുതൽ ഞാൻ ഇവൾക്ക് നേർച്ച വസ്തുക്കളായ ഉപ്പ്, തൈലം, തേൻ ഇവ ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് കൊടുത്തു. അതിനുശേഷം ഇവൾക്ക് ആ വയറുവേദന 1 വർഷത്തോളമായി അവൾക്ക് വയറുവേദന വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവർക്ക് സാക്ഷ്യം പറയാനായിട്ട് ഈ ഓണത്തിന് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. സാഹചര്യം കൊണ്ട് ഞങ്ങൾക്കത് പറ്റിയില്ല. കൃത്യം ഓണത്തിൻ്റെ സമയത്ത് ഇവർക്ക് ആ വയറുവേദന മാതാവ് ഓർമ്മപ്പെടുത്താൻ എന്നവണ്ണം അതുപോലെ തന്നെ വന്നു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. രണ്ടാമതായിട്ട് ഉള്ള സാക്ഷ്യം ഇവളുടെ തന്നെയാണ്. ഇവൾക്കൊരു 2 വയസ്സ് മുതൽ പല്ലിന് മോണയ്ക്ക് ഇവൾക്കിങ്ങനെ ഒരു പഴുപ്പ് പോലെ വന്ന് കുരു പോലെ വരുമായിരുന്നു. ഞങ്ങൾ എപ്പോഴും പൊട്ടിച്ച് കളയും, ഡോക്ടറെ കാണിക്കും, ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അന്ന് ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. നേർച്ച വസ്തുവായ ഉപ്പ് വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി 1 പ്രാവശ്യം ഞാൻ ഇവൾക്ക് കൊടുത്തു. അതിനുശേഷം അവൾക്ക് ഇന്നേ വരെ ആ മോണയ്ക്കുള്ള ആ പഴുപ്പ് വന്നിട്ടില്ല. മൂന്നാമതായി എനിക്ക് പറയാനുള്ള സാക്ഷ്യം, ഇതെൻ്റെ ഭർത്താവ് സുനീഷ് തോമസ്. കഴിഞ്ഞ ഒരു 7 മാസം മുമ്പ് ഒരു രാത്രിയിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എന്തോ യൂറിനിൽ കൂടെ ഒരു ബ്ലഡ് കാണുവാനിടയായി. എന്നോട് പറഞ്ഞു യൂറിനിൽ കൂടെ ബ്ലഡ് കാണുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ കടന്നു. രാവിലെ ആയപ്പം നോക്കുമ്പം യൂറിനിൽ കൂടെ ബ്ലഡ് തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ കൊന്തയെല്ലാം തുടങ്ങി. എനിക്കാണെങ്കിൽ പേടിയാകാൻ തുടങ്ങി. എന്താണ് ഇതിന് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. വേറെ അസുഖങ്ങളൊന്നുമില്ല. ഞങ്ങൾ നേരം വെളുത്ത് കോഴിക്കോട് മിംസിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കണം, ചിലപ്പോൾ കിഡ്നിയിൽ കല്ല് എന്തെങ്കിലും ആയിരിക്കാം, അങ്ങനെ ഇത് എന്താണെന്നുള്ളത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണം, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾക്ക് അതിനോടടുത്ത് കുറേ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നു. ഭർത്താവിനാണെങ്കിൽ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്നേക്കാം സാക്ഷ്യം പറയാനായിട്ട്. ഭർത്താവിന് യാതൊരു കുഴപ്പവും ഉണ്ടെന്ന് ഞങ്ങളോട് പറയാനിടയാകരുത്. ഞാൻ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി വയറിൽ പുരട്ടി വിട്ടു. വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല, കിഡ്നിയിൽ കല്ലില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അന്ന് രാത്രിയിലൊന്ന് പനിച്ചിരുന്നു, അത് മാത്രമാണ് പ്രത്യേക ഒരു കാരണമായി കണ്ടത്. അത് ഡോക്ടർ പറഞ്ഞത് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് യൂറിനിൽ കൂടെ ബ്ലഡ് പോയതെന്നാണ്. അമ്മ മാതാവ് തന്ന ഈ സൗഖ്യത്തിനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ബൈക്കിൻ്റെ RC ബുക്ക് ഞങ്ങൾക്ക് കാണാതെ ആയി. ഞങ്ങൾ വേറെയാണ് താമസിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലാണ് RC ബുക്ക് വെച്ചിരുന്നത്. ഞങ്ങൾ കൃത്യമായി ചെന്നു, RC ബുക്ക് തപ്പി. വെച്ച സ്ഥലങ്ങളിലൊന്നും RC ബുക്കില്ല. വെച്ച സ്ഥലം ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ അല്ലായിരിക്കും, വീട്ടിലേക്ക് ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടില്ല എന്നറിയാം, എങ്കിലും ഞങ്ങൾ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിച്ചു തിരിച്ചു വന്നു. വീട്ടിൽ വന്നു നോക്കി, അവിടെയും ഇല്ല സാധനം. എനിക്ക് നല്ല ഉറപ്പായിരുന്നു സാധനം അവിടെ ഉണ്ടാവില്ല, കാരണം ഞങ്ങൾ അവിടെയാണ് വെച്ചതെന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ അരിച്ചു പെറുക്കി നോക്കിയിട്ടും കണ്ടില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ RC ബുക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. വീണ്ടും അതേ സ്ഥാനത്ത് പോയി നോക്കി, അവിടെ തന്നെ RC ബുക്ക് ഉണ്ടായിരുന്നു. RC ബുക്ക് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. മാതാവിനോട് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ അത് കിട്ടുവാനിടയായി. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, ഇതെൻ്റെ മകൻ അലോൺ ജോസഫ്. കുറേ നാളുകൾക്ക് മുമ്പ് 1 വർഷത്തോളമായി ഇവൻ്റെ ചെവിയുടെ പുറകിൽ ഒരു തടുപ്പ് കാണുവാനിടയായി. എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ തടുപ്പൊക്കെ എന്ന് പറയുന്നത് വളരെ പേടിയുള്ള കാര്യമാണ്. നോക്കി കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ അന്ന് മുതൽ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നു. അവന് ഇടയ്ക്കിടയ്ക്ക് വേദനയുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി
ഡോക്ടറെ കാണിക്കുവാൻ പോയി. ഡോക്ടർ ചെന്നപ്പോൾ പറഞ്ഞു, മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ കൊണ്ടുവന്നേക്കാം, മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നേക്കാം, കൊച്ചിന് വേറെ അസുഖങ്ങളാണെന്നൊന്നും കേൾക്കാനിടയാകരുത്, അത് വേറെ ഒരു കുഴപ്പവും ഉണ്ടാകാതെ കാക്കുകയാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ് നേർന്നു. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊച്ചിന് അത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അത് കഴുത്തിൻ്റെ അവിടെയും ചെവിയുടെ അവിടെയൊക്കെ ഗ്ലാൻഡുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ടാണ് പറയുന്നത്. അത് നമ്മൾ തൊട്ടു നോക്കുമ്പോൾ അതൊരു തടുപ്പ് പോലെ വരും, അത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, പേടിക്കേണ്ടതായ ഒരു കാര്യവുമില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞ ഇപ്പോൾ അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന എല്ലാ സൗഖ്യത്തിനും, ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രികളിലും പിന്നെ പള്ളികളിലൊക്കെ കൊടുക്കും. കൂടാതെ തന്നെ ഞാൻ യൂട്യൂബിൽ ആരാധന കൂടുകയും ഡെയിലി ബ്രെഡ് കൂടുകയും ഒക്കെ സാക്ഷ്യങ്ങളൊക്കെ കൂടുന്നത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. പിന്നെ പരമാവധി ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ അവിടെ ചെന്ന് എൻ്റെ സാക്ഷ്യവും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് ഗവൺമെൻറ് ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കുക, അവരുടെ സങ്കടങ്ങൾ കേൾക്കുക, പിന്നെ അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം ചെയ്യുക. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തൈലമൊക്കെ ആയിട്ടാണ് പോകുന്നത്. സമ്മതിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞങ്ങൾ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടി കൊടുത്തിട്ടാണ് പോകുന്നത്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ കൃപാസന മാതാവിനെ പറ്റി അറിയുന്നത്, ഞങ്ങൾ ബാംഗ്ലൂർ ഇടവകയിലാണ് താമസിക്കുന്നത്. ബാംഗ്ലൂർ സെൻറ്റ് ജോസഫ് ബാബുസ പാളയ ചർച്ചിലാണ്. അപ്പോൾ അവിടെ മാതാവിൻ്റെ മുന്നിലിരിക്കുമ്പോൾ എപ്പോഴും കന്നഡത്തിൽ പേപ്പർ കൊണ്ടുവരും. അപ്പോൾ കന്നഡ പേപ്പർ മലയാളീസാണ് കൊണ്ടുവരുന്നത്. എനിക്ക് എപ്പോഴും കന്നഡ പേപ്പറേ കിട്ടാറുള്ളൂ. ഇപ്പോൾ ഒരു ദിവസം മോളും ഞാനും കൂടെ പോകുമ്പോൾ, ഞാൻ നന്നായിട്ട് കന്നഡ വായിക്കും. അപ്പോൾ മോളും ഞാനും കൂടെ പോകുമ്പോൾ കന്നഡ പേപ്പർ എനിക്ക് കിട്ടുമ്പോൾ മോള് ചോദിച്ചു, എന്താ അമ്മയ്ക്ക് എപ്പോഴും ഈ കന്നഡ പേപ്പർ മാത്രം തരുന്നത്, മലയാളം ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിന് ഇഷ്ടമായിരിക്കും ചിലപ്പോൾ ഞാൻ മലയാളം വായിക്കാതെ കന്നഡ വായിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കന്നഡ വായിക്കാം. അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ 1-2 പ്രാവശ്യം പേപ്പർ കിട്ടിയപ്പോൾ വീട്ടിൽ കൊണ്ട് വെച്ച് കുറച്ചൊക്കെ വായിക്കും. കന്നഡയല്ലേ, നമുക്ക് അത്രയും കംപ്ലീറ്റ് വായിച്ച് പോകണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് വായിക്കും, അവിടെ വയ്ക്കും, സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ച് വായിക്കും. അങ്ങനെ സാധാരണ മാതാവിനോട് പ്രാർത്ഥിച്ചാണ് എനിക്ക് മോളെയൊക്കെ കിട്ടിയേക്കുന്നത് ഒരു 7 വർഷത്തിന് ശേഷം. അപ്പോൾ ഞാൻ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ എപ്പോഴും പ്രാർത്ഥിക്കും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മാസം ആദ്യം ഇവിടെ വന്നു. ഇവിടെ വരുന്ന സമയത്ത് ഞാനും മോളും മാത്രമേ വന്നുള്ളൂ, ഹസ്ബൻഡ് വന്നില്ല. ഹസ്ബൻഡ് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിലൊന്ന് പോകണം. അപ്പോൾ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഞങ്ങൾ ഭരണങ്ങാനം, കുറവിലങ്ങാട്, എല്ലായിടത്തും കുട്ടികളെ എല്ലാവരും വെക്കേഷനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ വരുന്നത് സാധാരണ മാതാവിൻ്റെ ഓരോ പള്ളികളിലേക്കാണ്. അപ്പം മോൾ എപ്പോഴും പറയും, എപ്പം നോക്കിയാലും പപ്പയ്ക്ക് ഈ മാതാവിൻ്റെ അടുക്ക പോകുന്ന പണിയേ ഉള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാനും പറയും, ശരിയാ, മാതാവിൻ്റെ അടുക്ക് നിന്നെ കിട്ടിയോണ്ടായിരിക്കും എപ്പോഴും മാതാവിൻ്റെ അടുക്കിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്, വേറെങ്ങും എല്ലാവരും പോകുന്ന പോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ പോകാറില്ല. അങ്ങനെ വന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ പ്രാവശ്യം കൃപാസന മാതാവിൻ്റെ അടുക്ക പോകാം. അപ്പോൾ എനിക്ക് എവിടെയാണെന്നൊന്നും അറിയില്ല, എനിക്ക് മാതാവിനെ പറ്റി അറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾ കസിനാണ് കൊണ്ടിരുന്നത് ഇവിടെ. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നു. ഉടമ്പടി ഉണ്ടോയെന്ന് ചോദിച്ചു. എനിക്ക് ഉടമ്പടി എന്നാന്ന് അറിയില്ല. ഉടമ്പടി എടുക്കാൻ വേണ്ടി പോയി. അവിടെ പോയിരുന്ന് 6 വിഷയങ്ങൾ എഴുതാൻ പറയുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാതാവ് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന ഒരു ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എഴുതാനുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ പോരുന്ന 1 മാസം മുന്നേ, 1 മാസമല്ല 1 വർഷമായി എൻ്റെ മോളുടെ കഴുത്തിൽ ഒരു വലിയ മുഴ ഒരു സൈഡിൽ. ഇപ്പോൾ കാണുന്നവരൊക്കെ എന്നോട് പറയാറുണ്ട്, ഷൈനി എന്താ, വീട്ടിൽ എന്നെ ഷൈനി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഷൈനി എന്താ ഈ മുഴ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്നത്, നീ ഒരു നേഴ്സല്ലേ, നിനക്കതൊന്ന് നോക്കാൻ മേലേ ഇത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് പേടിയുണ്ട്. കാരണം എൻ്റെ പേരൻസ് 2 പേരും വർഷങ്ങളോളം ക്യാൻസർ വന്ന് മരിച്ചവരാണ്. ഫാദർ ലാസ്റ്റ് ഇയറാണ് മരിച്ചവർ, 20-22 വർഷത്തിന് ശേഷം ക്യാൻസർ വന്നിട്ട്. അപ്പോൾ എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മോളുടെ ഈ കഴുത്തിലെ മുഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ആദ്യം അങ്ങനത്തെ കാര്യം എഴുതാം. പക്ഷേ എനിക്കൊരു പേടി. ഞാൻ ഒരിക്കലും ഒരു കാര്യം എൻ്റെ ആവശ്യങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വെച്ച് പ്രാർത്ഥിക്കാറില്ല. മറ്റുള്ള കാര്യങ്ങളാണ് ആദ്യം ചെയ്യാറുള്ളത്. അതിന് ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് പഴി കേൾക്കാറുണ്ട്. എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ സഹോദരിക്കൊരു വിസ ക്യാൻസലായിപ്പോയി, ജോലിയുണ്ട്. സഹോദരൻ്റെ കടയ്ക്കൊരു ചെറിയ പ്രശ്നം, അവന് കാലി ചെയ്ത് കൊടുക്കാൻ പറയുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ ഇതെല്ലാ കാര്യങ്ങളും വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ എല്ലാവരുടെ കാര്യം വെച്ചു, എൻ്റെ മാത്രം കാര്യം അമ്മ വെച്ചിട്ടില്ല മാതാവിൻ്റെ അടുക്കലെന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് വെക്കാം.
അങ്ങനെ ഞാൻ അഞ്ചാമത്തെ കാര്യം മോളുടെ കാര്യം എഴുതി. മോളുടെ ഈ തൊണ്ടയിലെ മുഴയൊന്ന് മാറ്റി തരണേ അമ്മേ. അപ്പോൾ ഈ ക്യാൻസർ എന്നുള്ളത് നമുക്ക് എപ്പോഴും പേടിയാണല്ലോ. അയ്യോ ക്യാൻസർ, എൻ്റെ പേരൻസിന് ക്യാൻസർ ഉണ്ട്, ഇപ്പോൾ എൻ്റെ മോളാണ്, അപ്പോൾ അതെനിക്കൊരു പ്രാർത്ഥിച്ച് കിട്ടിയ കുട്ടിയും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ പേടി കൂടുതലാണ്. അപ്പോൾ ഞാൻ അത് വെച്ചു. പിന്നെ മോള് 10ാം ക്ലാസ്സിൽ ICSE എക്സാം എഴുതുന്ന വർഷമായിരുന്നു. അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ മോളുടെ 10ാം ക്ലാസ്സിൽ എനിക്ക് 5 വിഷയം മാതാവ് എനിക്ക് നേരത്തെ നടത്തി തരണം. പക്ഷേ എനിക്ക് 6ാമത്തെ വിഷയം മാത്രം മാതാവ് എനിക്ക് ഈ റിസൾട്ട് വരുമ്പോൾ മാത്രം നടത്തി തന്നാൽ മതി, ഞാൻ മാതാവിനോട് ഒരു കരാറ് വെക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 6 ഞാനൊരു 8 വിഷയം എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ എഴുതാനിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി വിഷയങ്ങളാണ്, എനിക്ക് എൻ്റെ കുടുംബത്തിനല്ല, എനിക്ക് ചുറ്റിലുള്ളവരുടെ വിഷയങ്ങൾ. അതൊക്കെ എഴുതി ഞങ്ങൾ ഇവിടുന്ന് പോയി. ഇവിടുന്ന് ഞങ്ങൾ ഏപ്രിൽ 25-നാണ് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോകുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തു, എനിക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല, എങ്കിലും ഞാൻ പോയി. പക്ഷെ ഞങ്ങൾ അന്ന് തൊട്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമായിരുന്നു. എന്നും 5:30-ക്ക് ഞങ്ങൾ 3 പേരും കൂടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, പേപ്പർ എല്ലാവർക്കും കൊടുക്കും, അതുപോലെ ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കും, അതുപോലെ ഞങ്ങളുടെ ഈ ജോസഫച്ചൻ്റെ പ്രസംഗങ്ങൾ എല്ലാ ദിവസവും ഞാൻ സ്റ്റാറ്റസിലിടും. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോള് ചെറിയ ക്ലാസ് തൊട്ട് ഒരുമാതിരി നല്ലതുപോലെ പഠിക്കുന്നുണ്ട്. പേരൻസൊക്കെ എപ്പോഴും പറയും, നീ എപ്പോഴും കുത്തിയിരുത്തി നിൻ്റെ മോളെ ഇരുത്തി പഠിപ്പിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല, മോളെ ഞാൻ പഠിപ്പിക്കാറില്ല. പക്ഷേ ഞാൻ കുറച്ച് കുട്ടികൾക്ക്, ഞാൻ നേഴ്സായിരുന്നു, പക്ഷേ എനിക്ക് ടീച്ചറിൻ്റെ ഒരു യോഗ്യതയൊന്നും ഇല്ല, എങ്കിലും ഞാൻ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തീരെ ഒരു 60% താഴോട്ട് മാർക്കുള്ള കുട്ടികൾക്കാണ് ഞാൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവരുടെയൊക്കെ കാര്യങ്ങൾക്കാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ എപ്പോഴും മോള് പറയും, അമ്മയെല്ലാം മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എനിക്കധികം തരാറില്ല. ഞാനെപ്പോഴും പറയാം അത് ശരിയാണെന്ന് പറയും. അപ്പം ഞാൻ അവിടെ ചെന്നു. മെയ് മാസം ഏപ്രിൽ 25 കഴിഞ്ഞു, ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞു ഇവിടുന്ന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത്, തൈറോയിഡിൻ്റെ ഇതൊന്നും മോളുടെ കഴുത്തിൽ കാണാനില്ലല്ലോ, നീ എന്തിന് തൈറോയിഡ് എന്ന് പറഞ്ഞ് നടന്നിരിക്കുന്നതെന്ന്. ഇപ്പം നിങ്ങൾക്കും കാണാം, അവൾക്ക് തൈറോയിഡിൻ്റെയോ അങ്ങനെ ഒരു മുഴയോ അങ്ങനെയൊന്നും അവളുടെ കഴുത്തിലില്ല. ഒരാഴ്ചക്കുള്ളിൽ തന്നെ പരിശുദ്ധ മാതാവ് അതിനുള്ള മറുപടി ഞങ്ങൾക്ക് തന്നു. പിന്നീട് എനിക്കൊരു മാതാവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു. കാരണം അനിയത്തി വന്നു, വിസയുണ്ട്, ജോലിയുണ്ട്, വിസ ഇല്ല, തിരിച്ചു പോകാൻ പറ്റുന്നില്ല, നേരെ എൻ്റെ വീട്ടിലേക്ക് വരുന്നു, കരഞ്ഞു പിഴിഞ്ഞിരിക്കുന്നു. വിത്തിൻ എ വീക്കിനുള്ളിൽ അത് അവളുടെ വിസ റെഡിയാകുന്നു. അങ്ങനെ ഞാൻ വെച്ച 5 കാര്യങ്ങളും എനിക്കൊരു ഓഗസ്റ്റ് മാസം ഒരു 2-3 മാസത്തിനുള്ളിൽ എല്ലാം സാധിച്ചു കിട്ടി. കംപ്ലീറ്റ് കാര്യങ്ങളും കിട്ടി. പിന്നെ കിട്ടാനുള്ളത് ഈ മാതാവ് ഞാൻ 1 വർഷം കൊടുത്തിരിക്കുന്ന എൻ്റെ മോളുടെ ICSEയുടെ റിസൾട്ട് മാത്രമാണ്. ഇപ്പോൾ മോള് പതുക്കെ മടിയായി പഠിക്കാനൊക്കെ, എനിക്ക് ടെൻഷനായി. അപ്പോൾ ഞാൻ വിചാരിക്കും, പക്ഷേ എനിക്ക് മോളെ പഠിപ്പിക്കാൻ മാത്രം പറ്റുന്നില്ല. മറ്റു കുട്ടികളെയൊക്കെ ഞാൻ പഠിപ്പിക്കും, പക്ഷേ മോളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അവൾ തന്നെ പഠിക്കും, പക്ഷേ വലിയ ഒരു ഇതിലേക്ക് പോകുന്നില്ല. അപ്പോൾ എനിക്കും ടെൻഷനായി. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആട്ടെ, ഞാൻ ഈ പഠിക്കുകയല്ലാത്ത കുട്ടികളെ എല്ലാവരെയും ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ ICSEയുടെ റിസൾട്ട് വന്നു. എൻ്റെ മോൾക്ക് 95.6% മാർക്കുണ്ട്. മാതാവ് 6ാമത്തെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ എന്തൊക്കെ വെച്ചിരുന്നോ അതെല്ലാ കാര്യങ്ങളും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. മോൾക്ക് നല്ല മാർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു ഞങ്ങളെ. ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കും 90.2% മാർക്ക്, ഒരു കുട്ടിക്ക് 82% മാർക്ക് ദൈവം അനുഗ്രഹിച്ചു. ഞാൻ അവരോട് പറഞ്ഞില്ല, ഞാൻ എപ്പോഴും 7 മണിക്ക് ആ കുട്ടികളെ മുട്ടുമേ നിർത്തി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളത് 7 മണിക്കത്തെ ഇവിടുത്തെ കൃപാസന പ്രാർത്ഥന ചെല്ലിട്ടിരുന്നത്. ഞാൻ പറയേണ്ട ആവശ്യം വന്നില്ല. ആ പേരൻസ് ഇവിടെ വന്ന് അവർ ഉടമ്പടി എടുത്തില്ലെങ്കിലും പരിശുദ്ധ അമ്മയുടെ അടുക്കൽ സാക്ഷ്യം അവർ സ്വയം പറഞ്ഞിട്ട് തിരിച്ചു വന്ന് അവിടെ വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിൽ പോയിരുന്നു എന്ന്. പിന്നെ എനിക്ക് ക്യാൻസർ പേഷ്യൻറ്റ്, ഞാൻ ചെയ്യുന്ന ഹെൽപ്പ് എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് എൻ്റെ വീടിനടുത്ത്. അതിലൊരാൾ തീർത്തും മരിച്ച ഒരു സിറ്റുവേഷനായിരുന്നു. ഞാൻ ഡെയിലി പോവും, പുള്ളിക്കാരനെ വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും. ലങ്സിനായിരുന്നു, അത് കംപ്ലീറ്റ് ക്യൂറായി പുള്ളിക്കാരന്. ഞാൻ മെൻ്റൽ സപ്പോർട്ട് കൊടുത്ത് ഇപ്പം പുള്ളിക്കാരൻ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ലങ്സിന് പുള്ളിക്ക് ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല, പള്ളിയിൽ പോകാൻ തുടങ്ങി. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം എൻ്റെ കുടുംബമായാലും ഞാനായാലും എൻ്റെ മോളായാലും കൃപാസനത്തിൽ മാതാവിൻ്റെ കാശുരൂപം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും, പേപ്പർ കൊടുക്കും. അതുപോലെ തന്നെ ഇതുപോലെ സാക്ഷ്യങ്ങൾ, ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃകയായിട്ട് തീരാറുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ എന്ത് ചോദിച്ചാലും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തരുന്ന ഒരു കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ്. അതിന് ഞങ്ങൾ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്.
ഞങ്ങൾ പള്ളിയിൽ മാക്സിമം എല്ലാ സൺഡേയും പോകാറുണ്ട്. പക്ഷേ ലീവ് തുടങ്ങിയത് കൊണ്ട് എനിക്കെന്നും ആഗ്രഹമായിരുന്നു, എന്നും പള്ളിയിൽ പോകണം, എനിക്ക് അവിടെ പോയി കുർബാന കൂടണം എന്നുള്ളതായിരുന്നു. വെക്കേഷൻ ടൈമിൽ അത് പോയി. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സഹോദരൻ്റെ കാര്യം, അവൻ്റെ കട നല്ല ഉയർച്ചയിലേക്ക് പോയി. അവർക്ക് സന്തോഷമായൊരു കുടുംബജീവിതം കിട്ടി. സിസ്റ്ററിലോ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റി. ഞങ്ങൾ മോള് ആൾത്താര കേളാണ്. അപ്പോൾ അവൾ അവിടെ പോയിട്ട് എല്ലാ സൺഡേയിലും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളും മാക്സിമം ഞങ്ങളെല്ലാം ആത്മീയ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് 3 പേരും.